ചേച്ചി ചേച്ചിയാ എന്താടി ഈ മിക്സിയുടെ കാലത്ത് ഒരു തീരുമാനം ഉണ്ടാക്കുക. ഒന്നില്ലെങ്കിൽ അത് പട്ടാളത്തിൽ കൊടുക്കും, അല്ലെങ്കിൽ ആ കിണറ്റിൽ കൊണ്ടിടും ഞാൻ. ഇന്ന് മിക്സിയാണോ പ്രശ്നം? എത്ര നാളായി ഇതൊന്ന് ശരിയാക്കാൻ പറഞ്ഞിട്ട്? ഇതിന് ഭയങ്കര നൊസ്റ്റുള്ള സാധന, അറിയോ? ആ ഈ ജാമ്പവാന്റെ കാലത്തെ സാധനം ഇതുവരെ കളഞ്ഞില്ലേ നീ? ഈ മിക്സി കളയാനാ? ഇതിൽ ഭയങ്കര നൊസ്റ്റുള്ള സാധന. അതിനെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ എൻ്റെ അമ്മ എനിക്ക് തന്ന മിക്സിയാ. എൻ്റെ പൊന്നനിയത്തി, ആ നൊസ്റ്റുപാതി ഒന്ന് ഇറക്കി വയ്ക്കും, ഞാൻ ശരിയാക്കി തരാം. പോരെ? 6 മണി എന്നുള്ളൊരു സമയം അതുണ്ടെങ്കിൽ നീ മിക്സി ഒന്ന് കറക്കി തരണം, കേട്ടല്ലേ? എൻ്റെ അമ്മേ, വയലൻസ് ശരിയാക്കി തരാം കേട്ടാ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കാവ്യസ്റ്റേക്കിൽ നിന്ന് കാവ്യാണ്. നിവയുടെ ഇന്നത്തെ പ്രശ്നം മിക്സിയാണ് കേട്ടോ. മിക്സി കേടായിട്ടുണ്ട്. ഇത് നമ്മൾ ഓണാക്കുമ്പോഴത്തേക്ക് ഒരു കരിഞ്ഞ സ്മെല്ലോ അങ്ങനത്തെ എന്തൊക്കെയോ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഒരു ടെൻഷനാവും. അപ്പോൾ അത് എന്താണ് നമ്മുടെ മിക്സിയുടെ പ്രശ്നം എന്നാണ് കേട്ടോ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് 6 മണിക്കുള്ളിൽ ഡ്രൂന്നൊന്ന് കറക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒത്തിരി പഴക്കമുള്ളതാണ്, ഒത്തിരി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള മിക്സികൾ കേടായാൽ നമുക്കത് അങ്ങനെ ദൂരെ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അതായത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണ്, അത് തീർത്തിട്ട് നമുക്ക് നിവ്യയ്ക്ക് 6 മണിക്കുള്ളിൽ ഇത് വർക്ക് ചെയ്യിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നേരെ പോകാം വീഡിയോയിലോട്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മിക്സിയുടെ ഈ സ്ക്രൂ ഒക്കെ ഊരിയെടുക്കലാണ്. അപ്പോൾ അത് ഒന്നൊന്നായിട്ട് ഞാൻ ഊരിയെടുക്കുകയാണ് കേട്ടോ. കൂട്ടുകാരെ നോക്കിയേ, നമ്മളിതിൻ്റെ മോട്ടറിൽ നിന്ന് വരുന്ന മെയിൻ കണക്ഷൻസൊക്കെ ഇതാ ഊരിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം കേബിളൊന്ന് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത സൈഡ് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേബിൾ ഓക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മോട്ടർ അഴിച്ചെടുത്തിട്ട് ആർമേച്ചറും കൂടി ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ മോട്ടർ ചെക്ക് ചെയ്തതാണ്, മോട്ടറിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ആർമേച്ചർ ഒന്ന് അഴിച്ച് നോക്കണം കേട്ടോ. ആർമേച്ചർ നമുക്ക് ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ അപ്പുറത്ത് നമ്മുടെ ജാർ കപ്ലർ ഉണ്ടല്ലോ, അത് ആദ്യം ഊരിയെടുക്കണം. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്ത് ഒരു ബോൾ ഉണ്ട്, ഇത് പോവാതെ നമ്മൾ കെയർ ചെയ്യണം കേട്ടോ, അത് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് ജാർ കപ്ലർ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഊരിയെടുക്കണം. അതിനെ നമ്മൾ ഈ ഗ്യാപ്പിൽ കൂടി ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് തിക്കി കൊടുത്താൽ മതി, ഊരിപ്പോരും. കൂട്ടുകാരെ, ഇതാണിട്ട് നമ്മുടെ ആർമേച്ചർ. ഈ ഭാഗം വരുന്നത് ആർമേച്ചർ ഷാഫ്റ്റാണ്. ഇത് ആർമേച്ചറിൻ്റെ ബാറാണ്, കമ്മ്യൂട്ടേറ്റർ ബാർ എന്നാണ് ഇതിനെ പറയുക. നമ്മൾ ഈ ഒരു ഭാഗത്തിന്, അതായത് ഈ പല്ല് പോലെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതിനെ പറയുന്നതും ടൂത്ത് തന്നെയാണ് കേട്ടോ, സ്റ്റാക്ക് ടൂത്ത് എന്നാണ് ഇതിനെ പറയുക. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്നത് സ്റ്റാക്ക് സ്ലോട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഈ ബാർ തേഞ്ഞ് പോയത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇത് കണ്ടോ, ഇത് കൂട്ടുകാർ കണ്ടാലും അറിയാം, നല്ല രീതിയിൽ ഉറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലതാണ് വെച്ചാൽ ഇതിങ്ങനെ ഒപ്പം ഇതിനെക്കാട്ടി ഇതിലിങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് നല്ല രീതിയിൽ ഉരഞ്ഞു പോയിട്ടുണ്ട്. ഈ ചിറ്റുകളുണ്ടല്ലോ, ഇതിനെ പറയുന്നത് വൈൻഡിങ് കോയിൽസ് എന്നാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ആർമേച്ചറിൻ്റെ സെയിം നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ആർമേച്ചറിൻ്റെ പ്രധാന കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂട്ടേറ്റർ ബാർ ഉണ്ടല്ലോ, അത് തേഞ്ഞു പോയതായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെയിം കൊണ്ടുപോയിട്ട് ഇതിനുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, കമ്മ്യൂട്ടേറ്റർ ബാർ പുതിയത് അതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ പഴയതിൻ്റെ നോക്കിയാൽ നല്ല രീതിയിൽ തേഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സിയുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആർമേച്ചറിൻ്റെ ഇവിടെ ഒരു ബോളുണ്ട്, അത് സൂക്ഷിച്ച് വയ്ക്കണമെന്ന്. കണ്ട, ഇതിൽ നമുക്ക് ബോൾ കിട്ടിയിട്ടില്ല. നമ്മുടെ പഴയ ആർമേച്ചറിൻ്റെ ബോൾ നമ്മൾ ഇതിലിട്ടിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കൂട്ടുകാരോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആർമേച്ചറിൻ്റെ ബോൾ എടുത്ത് വെച്ചോളൂ എന്ന്. അത് ഇതിലേക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യുക. കണ്ടോ, പെർഫെക്റ്റ് ഫിറ്റാണ് കേട്ടോ. ഇതിനി നമുക്ക് ഈ ബോൾ പോവാണ്ട് ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. യെസ്, കണ്ടോ, നമ്മൾ ബോൾ ഇട്ടപ്പോൾ കണ്ടോ സ്മൂത്തായി, കണ്ടോ. അപ്പോൾ അത് ബോഡി അഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു 4 സ്ക്രൂവും കൂടെ ഉണ്ട്, അതൊന്ന് അഴിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഈ ജാർ കപ്ലറിൻ്റെ അവിടെയൊക്കെ നല്ല അഴുക്കായിരുന്നു കേട്ടോ, അതൊക്കെ പോയി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, നമ്മുടെ മിക്സിയുടെ ബോഡി നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളം അരച്ച പെയിൻ്റൊക്കെ പോണ കാരണം ആ രീതിയിലാണ് കേട്ടോ സൂക്ഷിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മളിത് സെറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മളത് ആ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
ഇതാ നമ്മൾ ഓരോന്നോരോന്ന് ടൈറ്റ് ചെയ്ത് വരികയാണ്. ഇതിനിതാ 4 സ്ക്രൂ ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആർമേച്ചർ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ആർമേച്ചർ കംപ്ലൈൻ്റ് ഒക്കെ വന്നാലും ആർമേച്ചർ എന്നല്ല, നമ്മൾ ഏത് പാർട്സ് കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ വാങ്ങിക്കാൻ പോകുമ്പോൾ സെയിം നമ്മൾ കൊണ്ടുപോവുക. അതിൻ്റെ ചെറിയൊരു ആൽഫബറ്റോ അല്ലെങ്കിൽ ചെറിയൊരു നമ്പർ ഇതൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് മൊത്തം മാറിപ്പോകും, നമുക്കത് സ്യൂട്ട് ആവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ എന്ത് പ്രൊഡക്റ്റിൻ്റെ പാർട്ട് വാങ്ങിക്കാൻ പോകുമ്പോഴും സെയിം സാധനം നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ മിക്സി ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മിക്സി ശരിയായിട്ടുണ്ട്, എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞാൽ നമ്മൾ ടൈം കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിറകിലുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് ശ്ലോകങ്ങൾ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു കൃഷ്ണൻ്റെ പാട്ട് പാടാം. മലർമാതിൽ കാന്തൻ വസുദേവാത്മജ പുലർക്കാലേ പാടി കുഴലൂതി കിലുചീലേന്നു കിലുങ്ങും കാഞ്ചന ചിലം വീട്ടോടിവ കണി കാണാൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.